വിജയകരമായ കുടുംബജീവിതം നയിച്ച ഒരാൾക്ക് ലോകം കീഴടക്കാൻ കഴിയും. തീർച്ചയായും സാധിക്കും. ഭാരതത്തിന്റെ ഇതിഹാസം ഇതിന് സാക്ഷിയാണ്. ആദി ഋഷിയായ കർദമനും ദേവഹൂതിക്കും 8 പുത്രിമാരും ഒരു പുത്രനും ഉണ്ടായിരുന്നു. അരുന്ധതി, അനസൂയ, കല, ക്രിയ, ഇർഭു, ഖ്യാതി, ശാന്തി, ക്ഷമ എന്നിങ്ങനെ അവർ 7 മഹർഷിമാരെ വിവാഹം കഴിച്ചു. ഒരേ ഒരു പുത്രനായ കപിലമുനി സ്വയം അവതാരമായി. അങ്ങനെ ഒരേ ഒരു മഹർഷിയുടെ കുടുംബ പരമ്പരയിലൂടെ ഭാരതത്തിലെ ഋഷി പരമ്പര സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെട്ട സംസ്കാരം സപ്ത ഋഷികളിലൂടെ സഞ്ചരിച്ച് പടർന്ന് പന്തലിച്ച് ഭാരതത്തിലെ മുഴുവൻ ഋഷി പരമ്പരകളെയും സ്ഥാപിക്കുന്നതിന് കാരണമായി. അപ്പോൾ രാവണനോ ലക്ഷക്കണക്കിന് അനുയായികൾ. രാമചരിതമാനസത്തിൽ പറയുന്നു എല്ലാ രാക്ഷസരും രാവണന്റെ ബന്ധുക്കളെന്ന്. ഖർദൂഷനും ശൂർപ്പണഖയുമെല്ലാം ബന്ധുക്കളും സഹോദരന്മാരും. ഒരു ബിന്ദുവിൽ നിന്ന് ഋഷിമാർ വന്നതുപോലെ ഒരു ബിന്ദുവിൽ നിന്ന് രാക്ഷസരും വരുന്നു. പരമ്പര അത് ശ്രേഷ്ഠമെങ്കിൽ അവനവനെ, കുടുംബത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ, വരും തലമുറയെ ഒക്കെ അത് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്നും എന്നും അവർക്ക് ഖ്യാതി ഉണ്ടായിരിക്കും.